നമസ്കാരം, പ്രിയ SK മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ആരുദ്ര ദർശനം അല്ലെങ്കിൽ തിരുവാതിര വ്രത ദിവസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ദിവസം ഈ പറയുന്ന നക്ഷത്ര ജാതകർ അഭിഷേക ദർശനം ചെയ്ത് ശിവനെ ഭജിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏതൊരു ആഗ്രഹം സാധിക്കുന്നതാണെന്ന് പറഞ്ഞു. ഈ പറയുന്ന നക്ഷത്ര ജാതകർ തീർച്ചയായും ശിവനെ ഈ ദിവസം ആരാധിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി എന്താണ് ആരുദ്ര ദർശനം അല്ലെങ്കിൽ ആദ്ര ദർശനം? ലോകമെമ്പാടുമുള്ള ശിവക്ഷേത്രങ്ങളിൽ മാർഗശീർഷ മാസത്തിൽ, അതായത് ധനുമാസത്തിൽ അതിവിശിഷ്ടമായ ശിവപൂജകൾ ചെയ്ത് പാപ പരിഹാരത്തിനും ദീർഘമാംഗല്യത്തിനുമായി സ്ത്രീകൾ വ്രതമിരുന്ന് വിപുലമായ ധാരാളം അഭിഷേകങ്ങൾ ചെയ്ത് ശിവനെ പ്രാർത്ഥിക്കുന്നതാണ് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത. ധനുമാസത്തിലെ തിരുവാതിര നാൾ തമിഴ്നാട്ടിലെ ചിദംബരത്തിലുള്ള നടരാജ ക്ഷേത്രത്തിൽ വിപുലമായ പൂജകൾ അഭിഷേകങ്ങൾ ചെയ്ത് വൻപിച്ച ജനാവലികൾ ക്ഷേത്ര ദർശനം നടത്താറുണ്ട്. അതുപോലെ വടക്കേ ഇന്ത്യയിലും പ്രസിദ്ധമാണ്. ഇവിടെയുള്ള ക്ഷേത്രങ്ങളിൽ മഹേശ്വരനായ ശിവഭഗവാന് പ്രത്യേക പൂജകൾ, അഭിഷേക ആരാധനകൾ ചെയ്തു വരുന്നു. ശിവഭഗവാൻ പാർവതി സമേതനായിരിക്കുന്ന ക്ഷേത്രങ്ങളിലാണ് തിരുവാതിര ആരുദ്ര ദർശനം പുണ്യം നേടുന്നത്. പരമശിവന്റെ ആയുസ്സിനു വേണ്ടി പാർവതി ദേവി വ്രതമിരുന്ന ദിവസമാണ് തിരുവാതിര വ്രതം. ഈ ദിവസം വ്രതമിരിക്കുന്നത് വളരെ അധികം ശ്രേഷ്ഠമാണ്. കേരളത്തിലെ പുണ്യപുരാതന ശിവക്ഷേത്രങ്ങളായ ഏറ്റുമാനൂർ, വൈക്കം, കൊട്ടിയൂർ, തിരുനക്കര, ശ്രീകണ്ഠേശ്വരം, ആലുവ തിരുവൈരാണിക്കുളം ക്ഷേത്രം, തൃശൂർ വടക്കുംനാഥ ക്ഷേത്രം, ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രം, അതുപോലെ തമിഴ്നാട്ടിലെ ചിദംബരം നടരാജ ക്ഷേത്രം, ഈ ക്ഷേത്രങ്ങളിൽ വൻപിച്ച ജനാവലിയാണ് അഭിഷേക ദർശനം നടത്തുന്നത്. ഈ പ്രത്യേക ദിവസത്തിൽ അതിരാവിലെയാണ് അഭിഷേകങ്ങൾ ആരംഭിക്കുന്നത്. ഈ അഭിഷേക ദർശനം ചെയ്യുന്നത് പോയ ജന്മത്ത് നാം ചെയ്ത പുണ്യമാണ്. ഇതിനായി വ്രതമിരിക്കുന്നത് വളരെ നല്ലതാണ്. മകയിരം നാൾ മുതൽ വ്രതമിരുന്ന് തിരുവാതിര ദിവസം ശിവ പഞ്ചാക്ഷരി മന്ത്രം ഉച്ചരിച്ചുകൊണ്ട് അഭിഷേകങ്ങൾ ചെയ്ത് കുവള മാല സമർപ്പിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. മഹേശ്വരനായ ശിവൻ നിലകൊള്ളുന്നത് ജ്വലന്തമായ മുഹൂർത്തമാണ് തിരുവാതിര നാളിലെ ആരുദ്ര ദർശനം. ഈ ദർശനം ചെയ്യുന്നത് പൂർവ്വകാല പുണ്യം തന്നെയാണ്. തിരുവാതിര ദിവസം ചെയ്യേണ്ട പ്രധാനമായ അഭിഷേകങ്ങൾ: എണ്ണ, നെയ്യ്, പഞ്ചഗവ്യം, പാൽ, തേൻ, തൈര്, കരിമ്പിൻ നീർ, ഇളനീർ, പനിനീർ എന്നീ ദ്രവ്യങ്ങളാണ് അഭിഷേകമായി ചെയ്യുന്നത്. പ്രത്യേകിച്ച് സുമംഗലികളായ സ്ത്രീകൾ നെടുമാംഗല്യത്തിനും, അതായത് ദീർഘമാംഗല്യമായിരിക്കുവാൻ വേണ്ടി, സ്വന്തം ഭർത്താവിന് വേണ്ടി, ഭർത്താവിൻ്റെ ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടി ചെയ്യുന്ന പ്രധാന വ്രതമാണ് തിരുവാതിര വ്രതം. ഈ വർഷത്തെ ആരുദ്ര ദർശനം വരുന്നത് 27/12/2023 മുതലാണ്. അതായത് 26/12/2023 മുതൽ മകയിരം നാൾ മുതൽ വ്രതം ആരംഭിക്കുന്നു. തിരുവാതിര നക്ഷത്രം വരുന്ന ദിവസം പൂർണ്ണമായിട്ടുള്ള ഉപവാസമാണ് ചെയ്യുന്നത്. പഴവർഗ്ഗങ്ങൾ മാത്രം ഭക്ഷിച്ച് അന്നേ ദിവസം മത്സ്യ മാംസാദികൾ ഒഴിവാക്കി ഉള്ള കഠിന വ്രതമാണ്. തിരുവാതിര ദിവസം രാത്രി 12:06 തിരുവാതിര നക്ഷത്രം
അവസാനിക്കുന്നത്. അതുവരെയാണ് ആരുദ്ര ദർശനം നടക്കുന്നത്. ഈ ആരുദ്ര ദർശന വേളയിൽ നിങ്ങൾ ശിവക്ഷേത്രത്തിലെത്തി അഭിഷേക ദർശനം നടത്തി ശിവനെ ഭജിച്ചാൽ നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും സഫലീകരിക്കുന്നതാണ്. ഈ ദിവസം ഈ പറയുന്ന നക്ഷത്ര ജാതകർ തീർച്ചയായും ശിവക്ഷേത്രത്തിലെത്തി വ്രതമിരുന്ന് ഭഗവാനെ ശിവ പഞ്ചാക്ഷരി നാമം ജപിച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതാണ്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ശിവക്ഷേത്ര ദർശനം ചെയ്യുക. അതിരാവിലെ തന്നെ ശിവക്ഷേത്രത്തിലെത്തി അഭിഷേക ദർശനം കാണുക. ആ അഭിഷേക ദർശന വേളയിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ശിവ പഞ്ചാക്ഷരി മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ഭഗവാനോട് നിങ്ങൾ അപേക്ഷിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവിധ ആഗ്രഹവും ഭഗവാൻ സാധിച്ചു തരുന്നതാണ്. ഈയൊരു ദിവസം നിങ്ങൾ തീർച്ചയായും ശിവക്ഷേത്ര ദർശനം നടത്തണം. അഭിഷേക ആരാധനയിൽ പങ്കെടുക്കണം. നിങ്ങളുടെ കഴിവിനനുസരിച്ചുള്ള പൂജകൾ പ്രാർത്ഥനകൾ ചെയ്യണം. നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ ആ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം ഭഗവാൻ നടത്തി തരുന്നതാണ്. ധനുമാസത്തിലെ തിരുവാതിര ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തി ആഗ്രഹ സാഫല്യം നേടുന്ന നക്ഷത്രക്കാർ അശ്വതി, കാർത്തിക, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, ഉത്രം, അനിഴം, തൃക്കേട്ട, ഉത്രാടം, തിരുവോണം, അവിട്ടം, ചതയം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി തുടങ്ങിയ 16 നക്ഷത്രങ്ങളാണ്. തീർച്ചയായും നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തി നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് പ്രാർത്ഥിക്കുക. തീർച്ചയായും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതാണ്. ശിവനെ തുടർന്നും പൂജകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ശിവനെ പ്രാർത്ഥിക്കുന്നവർക്ക് ഭഗവാൻ പല പരീക്ഷണങ്ങളും നടത്തുമെങ്കിലും ആ പരീക്ഷണത്തിൽ തളരാതെ തുടർന്ന് ശിവനെ പ്രാർത്ഥിച്ചു വന്നാൽ നിങ്ങളെ ഭഗവാൻ ഒരിക്കലും കൈവിടില്ല. തിരുവാതിര ദിവസം നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും, നിങ്ങളുടെ ഓരോ നാമജപത്തിനും, ഓരോ പൂജകൾക്കും ഭഗവാൻ പ്രസാദിക്കുന്നതാണ്. നിങ്ങൾ ദയവായി ഏതെങ്കിലും ഒരു ശിവക്ഷേത്രത്തിൽ തിരുവാതിര ദിവസത്തെ പ്രധാന പൂജകൾ പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളുക. ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക. കൂടാതെ ശിവപുരാണം പാരായണം ചെയ്യുന്നതും വളരെ നല്ലതാണ്. ശിവക്ഷേത്ര ദർശനം ചെയ്ത് ശിവ പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് ശിവപൂജകളിൽ പങ്കെടുത്ത് ശരിയായിട്ടുള്ള വ്രതനിഷ്ഠതയോടെ വ്രതമിരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ചു വന്നാൽ നിങ്ങളുടെ ഏതൊരു ആഗ്രഹവും സാധിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ വീക്ഷിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ശിവഭഗവാന്റെ പൂർണ്ണമായിട്ടുള്ള കൃപാകടാക്ഷം ലഭിക്കട്ടെ എന്ന് ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കാൻ വേണ്ടി ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവ പഞ്ചാക്ഷരി മന്ത്രമായ ഓം നമഃശിവായ മന്ത്രം ജപിക്കുക. നിങ്ങൾക്ക് എപ്പോഴും നല്ലതേ ഉണ്ടാകുകയുള്ളൂ. നിങ്ങളേവർക്കും നന്ദി, നമസ്കാരം.